മക്കക്കാരനായ ഉത്ബ ബിൻ റബിയയുടെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിലെ അടിമ ബാലനായിരുന്നു ക്രൈസ്തവനായ അദ്ദാസ്. ഉടമസ്ഥരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പ്രവാചകന് മുന്തിരികൾ കൈമാറി. അള്ളാഹുവിന്റെ നാമത്തിൽ അഥവാ ബിസ്മില്ല എന്ന് ഉച്ചരിച്ചുകൊണ്ട് പ്രവാചകൻ മുന്തിരി കഴിച്ചു. അദ്ദേഹത്തിന്റെ ശൈലിയും രീതികളും കണ്ട് വിവരങ്ങളാരാഞ്ഞ അദ്ദാസ് അത് പ്രവാചകനാണെന്ന് തിരിച്ചറിഞ്ഞു. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പഴയ കാലത്തെ അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ നിനേവയിൽ നിന്നും എത്തിയവനായിരുന്നു അദ്ദാസ്. അദ്ദാസ് വിശ്വസിച്ചിരുന്ന യൂനുസ് ഇബ്നു മത്തായിയുടെ സഹോദര പ്രവാചകനാണെന്നറിഞ്ഞപ്പോൾ പ്രവാചകനെ അദ്ദാസ് ചുംബിച്ചു. പിൽക്കാലത്ത് ത്വായിഫ് ജനത ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഒന്നാമതായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയായിരുന്നു അദ്ദാസ്. അദ്ദേഹത്തിന്റെ പേരിലുള്ളതാണ് ഈ കാണുന്ന പള്ളി. ഇന്നും പള്ളിക്ക് ചുറ്റുഭാഗത്തും പഴവർഗ്ഗങ്ങളുടെ കൃഷി തന്നെയാണ്. ആ ചരിത്രത്തിന്റെ ഓർമ്മയിലാണിന്നും വിശ്വാസികൾ ഇവിടെ എത്തുന്നത്.